അയോധ്യ സംഭാവന തട്ടിപ്പിൽ ആരോപണ വിധേയനായ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. SIT റിപ്പോർട്ടിന് പിന്നാലെയാണ് രാജി. ചമ്പത് റായുടെ വിശ്വസ്തനെ ഇന്ന് പോലീസ് പിടികൂടിയിരുന്നു. അതിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അന്വേഷണത്തിലേക്ക് എത്തുമോ? ഉറപ്പായും ഇത് RSSനും BJPക്കും വലിയ പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്, തിരിച്ചടിയായി മാറുന്നു എന്നതാണ് പ്രധാനം. ഇദ്ദേഹം ട്രസ്റ്റിന്റെ കേവലം ജനറൽ സെക്രട്ടറി മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് ചമ്പത് റായ്. RSSുമായും BJPയുമായും പ്രധാനമന്ത്രിയുമായും അടുത്ത ബന്ധമുള്ള നേതാക്കളിൽ ഒരാളാണ് ചമ്പത് റായ് എന്ന് പറയേണ്ടി വരും. ചമ്പത് റായ് ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. SIT റിപ്പോർട്ടിൽ ചമ്പത് റായ്ക്കും ട്രസ്റ്റിലെ മറ്റൊരംഗം ഡോക്ടർ അനിൽ മിശ്രയ്ക്കും എതിരെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇവരടക്കം 17 പേർക്കെതിരെ കേസെടുക്കണം എന്നതായിരുന്നു SITയുടെ ശുപാർശയായി വന്നിരുന്നത്. ഇപ്പോഴത്തെ ചമ്പത് റായ് രാജിവെച്ചിരിക്കുന്നു. ഒപ്പം ട്രസ്റ്റിലെ മറ്റൊരംഗം അനിൽ മിശ്രയും രാജി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ട്രസ്റ്റിലെ 2 അംഗങ്ങൾ രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. SIT റിപ്പോർട്ടിന് പിന്നാലെയാണ് രാജി. ഇതിനൊപ്പം തന്നെ 8 പേർക്കെതിരെ ഇന്നലെ UP പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിലെ മുഖ്യപ്രതി, ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതിലെ മുഖ്യപ്രതി ചമ്പത് റായുടെ ഡ്രൈവറായിരുന്ന ചമ്പത് റായുടെ അടുത്ത സഹായി ടിന്നു യാദവ് ആണ് എന്ന വാർത്തയും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത സഹായി എന്നിവരിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഷ്ട്രീയമായി, ഇപ്പോൾ നേരത്തെ MA ബേബിയൊക്കെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി BJP ഇത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. നേരത്തെ യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം വന്നത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, അയോധ്യയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നീക്കം നടത്തുകയും രാഷ്ട്രീയ ലാഭമുണ്ടാക്കുകയും ചെയ്ത, അത് തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടി കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിമർശനമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത വർഷം UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് BJPയെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് BJP, ഇത് പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ഷേത്ര സമിതി മാത്രമല്ല, ഈ ട്രസ്റ്റിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, ഈ ട്രസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ, യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, 2 BJP മന്ത്രി സഭകളുടെ പ്രതിനിധിയുള്ള ഒരു ട്രസ്റ്റിലാണ് ഈ രൂപത്തിൽ മേൽനോട്ടത്തിൽ പിശകുണ്ടാവുകയും ഈ ട്രസ്റ്റ് തന്നെ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും ചെയ്തത്. 200 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന കണ്ടെത്തലുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതിനൊക്കെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രതിപക്ഷം വലിയ തോതിൽ ഇത് ആയുധമാക്കുകയും ചെയ്തിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അല്പം മുമ്പാണ് അയോധ്യയിലെത്തി രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. അരവിന്ദ് കെജ്രിവാളും ഒപ്പം അഖിലേഷ് യാദവും അടക്കമുള്ളവർ കടുത്ത നടപടിയിലേക്ക് പോകണം എന്ന ആവശ്യം ഉയർത്തിയിരുന്നു. ചെറിയ മീനുകൾ മാത്രമല്ല ഈ SIT അന്വേഷണത്തിലും UP പോലീസിന്റെ കേസിലും പെടേണ്ടത്, വലിയ മീനുകളെ തന്നെ പിടിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചമ്പത് റായുടെ രാജി വന്നിരിക്കുന്നത്. മാധു.